വരൂ, ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. രമ ഒരു ഡിഗ്രിക്കാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന ജോലിയൊക്കെ ഇഷ്ടമാവുമെന്നാണ് എനിക്ക് സംശയം. എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം. രമയുടെ സാഹചര്യമില്ല, ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞല്ലേ. എന്റെ മകൾക്കും മരുമകനും ഡൽഹിയിലാ ജോലി. അവരുടെ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. കുട്ടിയെ നോക്കാൻ ഒരായ വേണമെന്നാ ഞാൻ സുഗുണനോട് പറഞ്ഞിരുന്നത്. കൊച്ചമ്മേ, രമ തൽക്കാലം കുഞ്ഞിനെ നോക്കി ഇവിടെ നിൽക്കട്ടെ. ഒരു ബന്ധവുമില്ലാത്ത എന്നോടത്ത് ആ കാസറ്റിൽ കഴിഞ്ഞാൽ ആളുകൾ പലതും തെറ്റിദ്ധരിക്കും. ശരിയാണ്. രമയ്ക്ക് മാസം 500 രൂപ വെച്ച് ശമ്പളം തരാം. സമ്മതമാണോ? എല്ലാം കൊച്ചമ്മയുടെ ഇഷ്ടം. ഇതാണ് മോൻ. പേര് അജിത്ത്. ഭയങ്കര കുസൃതിയാ. ആ, മോള് വന്നേ, താമസിക്കാനുള്ള മുറി കാണിച്ചു തരാം. അതാ ഗോവിന്ദൻ എടുത്തുണ്ട്. ജനാർദ്ദനൻ, ഖാദർ, എനിക്കെടുത്തൊന്നും വന്നിട്ടില്ലേ? ഇല്ല. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി. എല്ലാം ഞാൻ ഭാരതീയമെന്ന് പറഞ്ഞ് ശരിയാക്കി തരാം. നിൽക്കടിയോടെ. എവിടെ പോകുന്നടി? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനല്ല ഞാൻ സുഗുണന് 3000 രൂപ കൊടുത്തത്. അകത്തേക്ക് പോ. നിന്റെ ഈ തൊഴിലിന് എന്നെ കിട്ടില്ല. എന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശവം പോലെ ഈ വീട്ടിന് പുറത്തേക്ക് പോവില്ല. പാവപ്പെട്ട പെൺപിള്ളേരെ വെച്ച് പണം ഉണ്ടാക്കുന്ന നീ ഒരു സ്ത്രീയാണോടി? കൊച്ചമ്മേ, പോലീസ്! ഇറങ്ങടി. ഈ പെൺകുട്ടികളൊക്കെ ഏതാ? ഭാരതി മേനോന്റെ ബംഗ്ലാവിൽ നിന്ന് വ്യഭിചാര കേസിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തതാ. നടക്കടി. അതിനാലടുത്ത് ഇവിടെ മുതലാളി, ഇവിടെ വാതിൽ വാങ്ങാൻ മുതലാളി. മുതലാളി, അയ്യോ എന്താടാ ഇതൊക്കെ? നീ എന്തിനാ ജനലും കടയ്ക്കുന്നത്? എന്റെ പൊന്നു മുതലാളി, ആ ജയിലിൽ ചാടി നേരെ തന്നെ വരും. വരട്ടടാ. അവൻ ഇവിടെ വന്ന പിന്നെ അവൻ ഒരിടം ചാടേണ്ടി വരില്ല. ഇന്ദ്രംവാലയാ? അതായത് പുരുഷവർഗം. നീ കഥ തുറക്ക.
സോറി. ഞാൻ എന്തിനും തയ്യാറായിട്ടാണ് ചേരിച്ചാടി വന്നത്. അയ്യോ, ഇതൊന്നും ചെയ്യരുത്, ശബ്ദിക്കരുത്. വാടക തരാനുണ്ടെന്ന് പറഞ്ഞ് താൻ രമയെ പുറത്താക്കി വീട് പൂട്ടിയല്ലേ? ഞാൻ അറിവില്ലാതെ. എന്റെ ഭാര്യ ഇപ്പോഴാണെന്ന് തനിക്കറിയാമോ? എനിക്കറിയില്ല. ഇന്റർവ്യൂവിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാ. ദേവി ചെയ്ത് പോലീസ് വരുന്നതിന് മുമ്പ് ജയൻ ഇവിടുന്ന് പോകണം. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് അവളെ കണ്ടുപിടിക്കണം. പക്ഷെ ഈ വേഷത്തിൽ എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. ആദ്യം എന്റെ വീടിന്റെ താക്കോൽ തരും. ഞാൻ ഇപ്പൊ എടുത്തുതരാം. എനിക്ക് തീരെ വയ്യട മോനെ. ഞാൻ ഇനി അധികം കാലം ജീവിച്ചിരിക്കും തോന്നണേ. അമ്മയൊന്നും മിണ്ടാതിരിക്കും. എപ്പോ നോക്കിയാലും ഈ ഒരു പറച്ചിലേ ഉള്ളൂ. രാജുണ്ണ, അമ്മച്ചിക്ക് പാറ്റാക്കുളി വാങ്ങി കൊടുത്തോണ്ട് സോക്കേട് മാറത്തില്ല. ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചേ പറ്റൂ. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. എന്റെ അമ്മനെ ഒരു നോക്ക് കണ്ടിട്ട് എനിക്ക് ചത്താ മതിയായിരുന്നു. അവളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവൾ എത്ര വലിയ തെറ്റുകാരിയാണെങ്കിലും ഞാൻ അവളെ പ്രസവിച്ചതാണ്. എനിക്ക് എങ്ങനെ അവളെ മറക്കാൻ കഴിയും? അമ്മയ്ക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ മറന്നേക്കണം. രാജു, അഹങ്കാരം കൊണ്ടല്ലേ അവൾ ആ തിണ്ടിയുടെ പുറകെ പോയത്? എടാ മണിയെ, നീ ഈ ടൗൺ മുഴുവൻ ചുറ്റുന്നവനല്ലേ? എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് നീയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കടാ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇപ്പൊ സമാധാനം കിടക്ക്. അയ്യോ ചേച്ചി, ഇത് ഗോതമ്പ് ചോറാണല്ലോ. ആ, അതൊരു അന്യായപ്പലിശക്കാരൻ്റെതാ. അയാൾക്ക് പഞ്ചസാരയുടെ അസുഖം ഉള്ളതുകൊണ്ട് നെല്ലരി കഴിച്ചുകൂടാ. ഇത് ഒഴിച്ച് കഴിച്ചു. ഇതെന്താ ചേച്ചി? രസോ കുടിച്ചു. അല്ല, ഞാൻ വിചാരിച്ചു വലിയ ആളുടെ മൂത്രം കുടിക്കല്ലേ, അതായിരിക്കുന്നു. മൂത്രത്തിലൂടെ നട കരിവേപ്പയും കടുവൊക്കെ. അപ്പൊ ഇത് വിശ്വസിച്ച് കുടിക്കാല്ലേ? നിനക്ക് വേണമെങ്കിൽ കുടിക്കാം. പെട്ടെന്ന് പാത്രമെല്ലാം കഴുകി വെച്ചേ. കണ്ടില്ലേ, പോത്തിന് വെള്ളം കാണിക്കുന്ന പോലല്ലേ? അരി എന്നെ കെട്ടിപ്പിരി, നീയാച്ചി നാനാച്ചി. വാ വാ. ആരാ? ആരാ? ഭാരതി മേനൊന്ന് കാണണം. അയ്യോ, അവരെ ഇപ്പൊ കണ്ടിട്ട് ഒരു കാര്യമില്ല സാർ. അതെന്താ? കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ പോലീസ് റൈഡ് നടന്നുകൊണ്ട് പിന്നെ വല്ലപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ. ഞാൻ മിസ്റ്റർ ചന്ദ്രശേഖരന്റെ ഗസ്റ്റ് ആണെന്ന് ഭാരതമേനോട് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ ആളാ? ഞാൻ ഇപ്പൊ പോയി പറയാം സാർ. സാർ ഇവിടെ ഇരിക്കും. ചന്ദ്രശേഖരൻ സാറുമായിട്ട് എങ്ങനെയാ ബന്ധം? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്റെ പേര് ഐസക് ജോൺ. ഓ, ഐ സി. അപ്പുകുട്ട, സാറിനെ മുകളിൽ വിളിച്ചോണ്ടു. നാനമകുന്നു, മീനിന്നൊകുന്നു, എന്റെ കണ്ണിൽ നിന്നെ കാണുമ്പോൾ. ഒന്ന് നിർത്തോ. താനാണോ പെണ്ണോ? ഇത് രണ്ടുമല്ല സാറേ, അതുകൊണ്ടാണ് എനിക്കിവിടെ വേല കിട്ടിയത്. വാ, എല്ലാ സിസ്റ്റേഴ്സും വെളിയെ വരി. വേഗം വാ, എല്ലാരും അങ്ങ് മാറിയിക്ക്. സാറേ, ഇതാണ് ഞങ്ങളുടെ കളക്ഷൻ. സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? സ്പെഷ്യൽ ആ റൂമിലുണ്ട്. സാറ് വിഷമിക്കണ്ട. വാ വാ, ഇങ്ങ് വരി. ഇഷ്ടപ്പെട്ടു അല്ലേ? ഈ കുട്ടി മതി. സുമി ഇത്തിരി കോസ്റ്റ്ലിയാണ്. 500 റുപ്പീസ് ആകും. എത്രയായാലും മതി. എന്നാ ബാക്കിയുള്ള സിസ്റ്റേഴ്സ് ഒക്കെ പൊയ്ക്കോ. പൊയ്ക്കോ. സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടി കാണും കേട്ടാ. അച്ഛാ, അയ്യോ. ഞാൻ എന്താ നിന്നെ വിളിക്കേണ്ടത്? സുമിന്നാണോ അതോ എൽസിന്നോ? സാറിന് എന്നെ മനസ്സിലായി അല്ലേ?
അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞത്. പക്ഷേ നീ വിചാരിക്കുന്ന കാര്യത്തിനൊന്നുമല്ല ഞാനിവിടെ